Dear children, today we are going to study about the major fundamental rights in our constitution. First one, right to equality. Right to equality stands for abolishing all types of social inequalities and to ensure equality. എല്ലാ സാമൂഹിക അസമത്വങ്ങളും അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി നിലകൊള്ളുന്നത്. What are the major ideas included in the right to equality? Ensure equality before law. നിയമത്തിന് മുൻപിൽ സമത്വം ഉറപ്പാക്കുക. അവിടെ എല്ലാവരും തുല്യരാണ്. Prohibition of discrimination on the basis of caste, religion, race, sex, place of birth, etc. ജാതി, മതം, വർഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുക. Ensure equality of opportunity in public employments. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക. Abolition of titles. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. However, giving preference to women, children and backward classes is not against the right to equality. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീഡം ഇൻക്ലൂഡഡ് ഇൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഫ്രീഡം? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സംസാരിക്കാനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് എനിവേർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഏതു തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവനും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇൻ ഇന്ത്യ there exist different types of exploitation: child labor, forced labor, human trafficking, etc. ബാലവേല, നിർബന്ധിത തൊഴിൽ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. The right against exploitation is concerned with the prohibition of the exploitation and equip the individuals for leading a dignified life. ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. As per this right, forced labor and trafficking human beings are prohibited. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. Employment of children in factories and other dangerous sectors are forbidden. വ്യവസായശാലകളിലും മറ്റു അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. Read the words of Jawaharlal Nehru. The government of a country like India with many religions can never function in the modern age without orienting to secularism. Our constitution is based on secular consumption and gives religious freedom. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും
മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. What is meant by secularism? There is no official religion for India. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഡസ് നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബട്ട് റിലീജിയസ് ഫ്രീഡം ഈസ് എൻഷ്യൂർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. വാട്ട് ആർ ദ മേജർ ഐഡിയാസ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻസ് എൻഷ്യൂർസ് റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് പെർട്ടിക്കുലർ റീജിയൻ. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി ടാക്സ് കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. Cultural and educational rights have been included in the Constitution for the protection of interest of minority sections. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഭരണഘടന പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. Which are the major aspects have been ensured for the minorities? Protection of the language, script and culture. ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ചോയ്സ്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. The Constitution proposes remedial measures if the fundamental rights are violated. This is known as the constitutional remedies. നമ്മുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. As per this right, if the fundamental rights are violated, an individual can approach either the Supreme Court or the High Courts for enforcing them. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ നേടിയെടുക്കുന്നതിന് സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ റെസ്പെക്റ്റീവ് കോർട്സ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോൺ ആസ് റിട്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവുകൾ റിട്സ് എന്നറിയപ്പെടുന്നു. Let us study the directive principles. The Constitution directs the central and the state governments to organize and implement programs keeping the public welfare in mind. ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഭരണഘടന സെൻട്രൽ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമായ സാമൂഹിക രാഷ്ട്രീയ പരിപാടികളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർട്ടൻ റൈറ്റ്സ് which were impossible to be included in the rights are also included in the directive principles. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. There is no provision to approach the court for the enforcement of directive principles. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. Several ideas of the father of our nation, Mahatma Gandhi, have been included in the directive principles. First one, organization of Grama Panchayat. Grama Panchayat സംഘടിപ്പിക്കൽ, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റീവ് സബ്സ്റ്റാൻസസ്, ലഹരി വസ്തുക്കളുടെ നിരോധനം. ലെറ്റ് us study the fundamental duties.
Fundamental duties are included in the Part 4A of the Constitution. What are fundamental duties? Certain duties are to be performed by the citizens towards the state to protect the unity and integrity of the nation. These duties are known as fundamental duties. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. When the state provides us rights and protection, it is our duty to abide the Constitution, to develop cordially among the citizens and to provide help for the betterment of the nation. രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമാവേണ്ടതും നമ്മുടെ ചുമതലയാണ്.